ഒരു സംശയം നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു സത്യാവസ്ഥ അറിയാനാണ്. അതായത് മനുഷ്യരുടെ മാനസികാവസ്ഥയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഒരു ദുരന്തം ഉണ്ടാവുകയാണ്. ആ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അത്യാഹിതം ഉണ്ടാകുകയാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പല പദ്ധതികൾ നേരത്തെ, അല്ലെങ്കിൽ പല പ്ലാനിങ്ങുകൾ നമ്മൾ മുൻകൂട്ടി നടത്തിയിരിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പങ്കെടുക്കാൻ പോകും. ചിലപ്പോൾ ഏതെങ്കിലും വിവാഹത്തിൽ പങ്കെടുക്കാനോ, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് പങ്കെടുക്കാനോ, ഏതെങ്കിലും സന്തോഷമായിട്ടുള്ള ഒരു കാര്യത്തിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു നേരത്തെ നമ്മളെ വിളിച്ചിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ ആ വിഷമത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റതെല്ലാം ഒഴിവാക്കും, ഇല്ലേ? ഒരു ദൃശ്യം നിങ്ങളെ കാട്ടുകയാണ്. ഇന്നിപ്പോൾ കണ്ടതാണ്. വല്ലാതെ അത്ഭുതപ്പെടുത്തി ഒരു മാനസികാവസ്ഥ കണ്ടിട്ട്. ദേ, കണ്ടല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നൊരു ഉദ്ഘാടന പരിപാടിയിൽ വളരെ സന്തോഷത്തോടെ ചിരിച്ചുല്ലസിച്ച് എല്ലാവരെയും കൂട്ടി നിൽക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ നാടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തുല്യമാണ്. ആ നാട്ടിലെ മനുഷ്യർക്കുണ്ടാകുന്ന ദുരന്തം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടാകുന്ന ദുരന്തത്തിന് തുല്യമായിരിക്കണം, ആകണ്ടേ? അതല്ലേ ഒരു ഭരണാധികാരി? പക്ഷേ ഇന്നലകളിൽ വിരുന്ന് സൽക്കാരത്തിൽ, അതായത് യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ ജന്മദിനം ആഘോഷിക്കാൻ വിരുന്ന് സൽക്കാരത്തിന് പോയി. എപ്പോൾ 8ഓളം പേർ ദുരന്തത്തിൽ ഇതിനോടകം ഈ നാട്ടിൽ മരണപ്പെട്ടു കഴിഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങളടക്കം നിരവധി പേർ മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്. മുതലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിങ്ങൾ കരച്ചിലും നിലവിളിയും കേട്ടതാണ്. അതായത് 2 പേരെ കല്ലിൽ പിടിച്ച് മണിക്കൂറുകൾ നിന്നതിന് ശേഷവും അവരെ രക്ഷപ്പെടുത്താനായിട്ട് കോസ്റ്റൽ പോലീസ് എത്താത്തതിൻ്റെ അമർഷം നാട്ടുകാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തുകയാണ്. അങ്ങനെ ആദ്യ പിടിച്ച് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ കേരളത്തിൻ്റെ മുഖ്യൻ എന്ത് പരിപാടിയിലാണെന്ന് അറിയുമ്പോൾ ഉദ്ഘാടന പരിപാടികളിൽ നിന്നും മാറ്റിവെക്കാൻ പറ്റത്തില്ല. എന്താണ് അയാളുടെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നയിക്കുന്ന വ്യക്തി നിങ്ങളുടെ വീട്ടിൽ ദുരന്തമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം? നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കാൻ കഴിയുക?